ഹായ്, ടർക്കിഷ് ബ്രെഡിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണിത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രെഡാണ്. ഇതിൻ്റെ ഒപ്പം കറിയൊന്നും വേണമെന്നില്ല. ഹമ്മൂസ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ഈ ഒരു ബ്രെഡ് കഴിക്കാനായിട്ട്. അല്ലെങ്കിൽ ചൂടോടെ തന്നെ ചായക്കൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് ചെറിയ ചൂടുള്ള പാൽ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കിനി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഈസ്റ്റ് ഒന്ന് ആക്റ്റീവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. പാലെടുക്കുമ്പോൾ ചെറിയ ചൂടുള്ള പാൽ തന്നെ എടുക്കണം. അതിലേക്ക് 1.5 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ളത് ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റാണ്. അതുകൊണ്ടാണ് കുതിർക്കാനായിട്ട് വെക്കുന്നത്. അല്ലാതെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കുതിർക്കാനായിട്ട് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു 10 മിനിറ്റ് ഇത് ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഈസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് മൈദയാണ് ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുറച്ച് കയ്യിലൊട്ടുന്ന പാകത്തിനുള്ള ഒരു മാവാണ് വേണ്ടത്. ഇതിലേക്ക് ഞാൻ ചെറിയ ചൂടുള്ള ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ പാലെടുക്കുമ്പോൾ ആദ്യം തന്നെ അരക്കപ്പും ഒരു 2 ടേബിൾ സ്പൂണോടൊക്കെ പാലെടുത്തിട്ട് അതിലേക്ക് ഈസ്റ്റ് കുതിർക്കാനായിട്ട് വെച്ചാൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് മുട്ട ചേർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർക്കുമ്പോൾ ഇതിലേക്ക് കൂടുതലായിട്ട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇതേപോലെ കുറച്ച് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവാണ് വേണ്ടത്. ഒരുപാടങ്ങ് ഹാർഡായി പോകരുത്. ഇതുപോലെ കയ്യിലൊട്ടുന്ന പാകത്തിനാണ് വേണ്ടത്. നന്നായിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നല്ല പോലെ തന്നെ കുഴച്ച് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്ന കാര്യം മറന്നു പോകരുതേ. അപ്പോൾ ഈ ഒരു മാവ് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ വരെയൊക്കെ ഇത് ഒന്ന് ഡബിൾ സൈസിലാവാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ചൂടൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ഡബിളായി കിട്ടും. ഇനി ഇത് അടച്ചിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് 1 മണിക്കൂറായിട്ടുണ്ട്. ഞാൻ മൈക്രോവേവ് ചൂടാക്കിയിട്ട് ഓഫാക്കിയതിന് ശേഷം അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് അങ്ങ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് 2 ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഞാൻ 2 ബ്രെഡാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് സൈഡിൽ നിന്ന് ആക്കി കൊടുത്തിട്ട് നല്ലപോലെ ഒരു ബോളാക്കി എടുക്കാം. ഇനി ഇത് നമ്മൾ ബേക്ക് ചെയ്യുന്ന ആ ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ടിത് ഒന്ന് കൈകൊണ്ടൊന്ന് പരത്തിയിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ചൊന്ന് പൊങ്ങി കിട്ടും. ഇപ്പോൾ ഇതങ്ങ് താഴ്ന്നു പോയിട്ടുണ്ട്. ഈസ്റ്റൊക്കെ ആക്റ്റീവായത് താഴ്ന്നു പോയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് ഒരു 10-15 മിനിറ്റ് വെക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് പൊങ്ങി വരും. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള മാവും ചെയ്തിട്ട് ബേക്കിംഗ് ട്രേയിലേക്ക് വയ്ക്കാം. ഒരു 10 മിനിറ്റ് ആയപ്പോൾ ഇത് കുറച്ചൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ആ വെള്ളത്തിലേക്ക് കൈ ഒന്ന് മുക്കിയിട്ട് നമുക്കിതിൻ്റെ സൈഡൊക്കെ കൈ കൊണ്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ സെൻറ്ററിലൂടെ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം.
ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇതിലേക്ക് ഇനി ഒരു മുട്ടയുടെ മഞ്ഞ എടുത്തിട്ടുണ്ട്. ആ മഞ്ഞ ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മുട്ട ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ പാൽ ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി. ഇതിൻ്റെ പുറം ഭാഗം ഒന്ന് നല്ലൊരു കളറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മുട്ട ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. സൈഡിലേക്കൊക്കെ കുറച്ച് കൂടുതലായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെൻറ്ററിലേക്ക് വളരെ കുറച്ച് മാത്രം ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. സൈഡൊക്കെ കുറച്ചൊന്ന് നല്ലപോലെ ഒന്ന് മൊരിഞ്ഞിട്ടാണ് ഈ ഒരു ബ്രെഡ് കിട്ടുന്നത്. സെൻറ്ററിലായിട്ട് കുറച്ച് കളർ കുറവായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സൈഡിലേക്ക് നന്നായിട്ട് തന്നെ മുട്ട ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് എള്ള് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വൈറ്റ് കളറും ബ്ലാക്ക് കളറും എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഈ മുട്ട ബ്രഷ് ചെയ്തതുകൊണ്ട് അതങ്ങ് ഒട്ടിയിരുന്നോളും. ഇനി ഇത് നേരെ തന്നെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാൻ ഓവൻ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഒരു 15 മിനിറ്റാണ് എൻ്റെ ഓവനിൽ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം. പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഓവൻ അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും. ഇത് ഓവൻ ഇല്ലാതെയും ചെയ്തെടുക്കുക. ഒരു പാത്രം നന്നായിട്ടൊന്ന് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ട് ഈ ഒരു ബ്രെഡ് അതിലേക്ക് ഇറക്കി വയ്ക്കുക. എന്നിട്ട് ഒരു 15-20 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഓവനിൽ ചെയ്യുന്നതിൻ്റെ അത്രയും കളറ് കിട്ടില്ല എന്നേ ഉള്ളൂ. നന്നായിട്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് പെർഫെക്റ്റായിട്ട് തന്നെ ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ആദ്യം വെച്ച ബ്രെഡ് നന്നായിട്ട് ബേക്കായിട്ടുണ്ട്. നല്ലൊരു കളറിൽ കിട്ടിയിട്ടുണ്ട്. ഒരു ചെറിയ ചൂടോടെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ഒരു ബ്രെഡ്. നല്ല സോഫ്റ്റായിട്ടാണുള്ളത്. സൈഡ് കുറച്ചൊന്ന് മൊരിഞ്ഞിട്ടുണ്ട്. ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ്. നമ്മൾ ഈ എള്ളൊക്കെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും കിട്ടും. പിന്നെ നിങ്ങളുടെ അടുത്ത് എള്ളില്ലെങ്കിൽ കരിഞ്ജീരകം ചേർത്ത് കൊടുത്താലും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ബ്രെഡ് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസിയാണ് ചെയ്തെടുക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്